Hello, my dear friends. I am Wilson. You are all most welcome. Welcome to our communicative English class. കഴിഞ്ഞ 10 എപ്പിസോഡുകളിലായി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഏതാണ്ട് 12 വിധത്തിൽ കാര്യങ്ങൾ പറയാൻ നമ്മൾ അവയിലൂടെ പഠിച്ചു. എന്തൊക്കെയാണ് ആ 12 കാര്യങ്ങൾ? ഒന്ന്, ആണ്, അതായത് ആകുന്നു എന്നുള്ളതിൻ്റെ നമ്മുടെ സംസാര രൂപം. ആണ്, അല്ല, ആണോ, അല്ലേ. ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? മറ്റൊന്ന്, ആയിരുന്നു, ആയിരുന്നില്ല, ആയിരുന്നോ, ആയിരുന്നില്ലേ. ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? പിന്നെ ആവും, ആവില്ല, ആവുമോ, ആവില്ലേ. ഇവ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? അങ്ങനെ മൊത്തം 12 വിധത്തിൽ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് നമ്മൾ പഠിച്ചത്. അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? പോസിറ്റീവ് സെൻറ്റൻസ്, നെഗറ്റീവ് സെൻറ്റൻസ്, ചോദ്യം, പിന്നെയോ അതായത് ഇൻ്ററോഗറ്റീവ് സെൻറ്റൻസ്, നെഗറ്റീവ് ഇൻ്ററോഗറ്റീവ് സെൻറ്റൻസ്. ഓക്കെ, ഇപ്പോൾ 12 കാര്യങ്ങൾ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ കഴിയുക എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ ചിന്തിക്കുന്ന 12 കാര്യങ്ങൾ 12 വിധത്തിൽ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. വളരെ അനായാസമായി അത് പറയാൻ കഴിയുമെങ്കിൽ എത്രയും നല്ലതാണ്. അതിനുള്ള പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുക തന്നെ വേണം. പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് സംസാര രീതി നമുക്ക് വശത്താക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഈ എപ്പിസോഡിൽ നമ്മൾ മറ്റൊരു പുതിയ വാക്കുമായി പരിചയപ്പെടാനാണ് പോകുന്നത്. ഏതാണ് ആ വാക്കെന്നറിയാമോ? നിശ്ചയ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്കുണ്ട്. ആ വാക്കാണ് ഇതിലെ നമ്മുടെ വിഷയം, പാഠവിഷയം. ഏതാണ് ആ വാക്ക്? ഉണ്ട്. ഉണ്ട് എന്നുള്ള വാക്ക് നമ്മൾ നിത്യജീവിതത്തിൽ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ആ വാക്ക് ഉപയോഗിക്കാത്ത ഒരൊറ്റ ദിവസം പോലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലുമൊക്കെ കാരണത്താൽ നമ്മൾ ഉണ്ട് എന്ന് പറയുന്നുണ്ടാവും, ഇല്ല എന്ന് പറയുന്നുണ്ടാവും, ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടാവും, ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ട് എന്നും ഇല്ല എന്നും ഉണ്ടോ എന്നും ഇല്ലേ എന്നും നമ്മൾ ചോദിക്കുക? അതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും തയ്യാറാണല്ലോ? ഏതാണ് ഇതിനുള്ള ഇംഗ്ലീഷ് വാക്ക്? ഇതിനുള്ള ഇംഗ്ലീഷ് വാക്കാണ് ഹാവ്, ഹാസ്. ഉണ്ട് എന്ന് മലയാളത്തിൽ ഒറ്റ വാക്കാണ്, പക്ഷേ ഇംഗ്ലീഷിൽ അത് 2 വാക്കുകളുണ്ട്. ഒന്ന് ഹാവ്, മറ്റൊന്ന് ഹാസ്. രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. അപ്പോൾ ചോദിക്കുമ്പോൾ എന്തിനാണ് പിന്നെ ഈ 2 വാക്ക് എന്ന്? ഇംഗ്ലീഷിൽ നമുക്കറിയാലോ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ആകുന്നു എന്നുള്ളതിന് 3 വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഏതെല്ലാം? ഈസ്, ആം, ആർ. ആയിരുന്നു എന്നുള്ളതിന് 2 വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? വാസ്, വേർ. അതുപോലെ ആവും എന്നുള്ളതിന് നമ്മൾ 2 വാക്കുകൾ ഉപയോഗിച്ചിരുന്നു. ഷാൽ ബി, വിൽ ബി. അപ്പോൾ അത് ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. ഒരു അർത്ഥം തന്നെ ദ്യോതിപ്പിക്കാൻ വേണ്ടി 1-2 വാക്കുകൾ ഉപയോഗിക്കുക. അതൊരു ഭാഷാ നിയമമാണ്. ഇംഗ്ലീഷ് ഭാഷയുടെ നിയമത്തിൽ പെട്ടതാണത്. ഇവിടെ ഇപ്പോൾ ഹാവും ഹാസും 2 വാക്കുകളുണ്ട്. അതിൽ ഹാവ് പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോൾ മാത്രം ഉപയോഗിക്കണം. ഹാസ് സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ മാത്രം ഉപയോഗിക്കണം. അങ്ങനെയാണ് ഭാഷാ നിയമം. ഓക്കെ, ഇപ്പോൾ മനസ്സിലായല്ലോ അത് എന്തിനാണ് ഇങ്ങനെ 2 വാക്കുകളുള്ളത്. ഹാവ് ഉപയോഗിക്കുന്നത് ഐ, വി, യു, ദേ. ഇവയോടൊപ്പം ഇവ അറിയാലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവയോടൊപ്പം ചില പ്രത്യേക വർബുകൾ മാത്രം ഉപയോഗിച്ചത്. അതുപോലെ ഇവിടെ ഇവയോടൊപ്പം ഹാവാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ ഹി, ഷീ, ഇറ്റ് ഇവയോടൊപ്പം ഹാസ് ഉപയോഗിക്കണം. കാരണം ഇവയെല്ലാം സിംഗുലർ സബ്ജക്റ്റുകളാണ്. ഐ, വി, യു, ദേ
പ്ലൂരൽ സബ്ജക്റ്റുകളുമാണ്. മൊത്തത്തിൽ ഇത്ര മനസ്സിലാക്കിയാൽ മതി. പ്ലൂരൽ സബ്ജക്റ്റ് വരുമ്പോൾ ഹാവ് ഉപയോഗിക്കുക, സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ ഹാസ് ഉപയോഗിക്കുക. മനസ്സിലായല്ലോ അത്? അപ്പോൾ എങ്ങനെയായിരിക്കും അത് വരുന്നത്? ഐ ഹാവ്, വി ഹാവ്, യു ഹാവ്, ദേ ഹാവ്. പിന്നെ ഏതെങ്കിലും പ്ലൂരൽ സബ്ജക്റ്റ് ഒന്നോ രണ്ടോ എണ്ണത്തിൽ കൂടുതൽ വരുമ്പോൾ ഏത് ഉപയോഗിക്കണം? ഹാവ് ഉപയോഗിക്കണം. അതുപോലെ ഹി, പിന്നെയോ ഷീ, ഇറ്റ് ഇവയോടൊപ്പം എന്തുപയോഗിക്കണം? ഹാസ് ഉപയോഗിക്കണം. അതായത് സിംഗുലർ സബ്ജക്റ്റ്. അതുപോലെ ഒരു കാര്യം, ഒരാൾ അല്ലെങ്കിൽ മറ്റെന്തും ഒന്നാവുമ്പോൾ, സബ്ജക്റ്റ് ഒന്ന് മാത്രമാവുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഹാസ് ഉപയോഗിക്കണം. അപ്പോൾ ഇത് മറക്കാതിരിക്കുക. കാരണം പലപ്പോഴും ഇത് അന്യോന്യം മാറിപ്പോകും. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അത്രയൊന്നും ഇത് ഓർമ്മിച്ചു എന്ന് വരില്ല. അപ്പോൾ എന്തുകൊണ്ട് ആണ് നമ്മൾക്ക് തെറ്റിപ്പോകുന്നത്? നമ്മുടെ മനസ്സിലത് ശരിക്കും അങ്ങോട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ്. അതിനുള്ള ഒരു വഴി എന്താണ്? നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ സ്വാഭാവികമായ രീതിയിൽ തന്നെ നമുക്കത് പറയാൻ കിട്ടും. ഇപ്പോൾ മലയാളത്തിൽ നമ്മൾ എന്തെങ്കിലും കാര്യം പറയുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുന്നില്ല അധികമൊന്നും. ആശയത്തിനൊപ്പം തന്നെ വാക്കുകൾ ഇങ്ങോട്ട് വരും, പറ്റിയ വാക്കുകൾ വരും. അതുപോലെ ഇംഗ്ലീഷിലും നമ്മൾ കുറേ പരിശീലനം നേടുന്ന സമയത്ത് പറ്റിയ വാക്കുകൾ നമ്മൾ അറിയാതെ നമ്മളെ നാവിൻ തുമ്പിൽ നിന്നും വന്നുകൊള്ളും. ഓക്കെ, ഇവിടെ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഐ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹാവ് എന്നാണ്. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഒരു 2-3 ഉദാഹരണങ്ങളിലൂടെ നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാവും. ഉദാഹരണങ്ങൾ നോക്കിക്കോളൂ. എനിക്ക് ഒരു ആഡംബര കാറുണ്ട്. എങ്ങനെയായിരിക്കും പറയുക? ഐ ഹാവ് എ ലക്ഷറി കാർ. ഐ ഹാവ് എ ലക്ഷറി കാർ. എനിക്ക് കുറച്ച് നല്ല കൂട്ടുകാരുണ്ട്. എങ്ങനെയായിരിക്കും അത് പറയുന്നത്? ഐ ഹാവ് എ ഫ്യൂ ഗുഡ് ഫ്രണ്ട്സ്. കുറച്ചെന്നുള്ളതിന് എ ഫ്യൂ. ഐ ഹാവ് എ ഫ്യൂ ഗുഡ് ഫ്രണ്ട്സ്. എനിക്ക് നാളെ മോഡൽ പരീക്ഷയുണ്ട്. ഐ ഹാവ് മോഡൽ എക്സാം ടുമോറോ. ഐ ഹാവ് മോഡൽ എക്സാം ടുമോറോ. ഓക്കെ. എനിക്ക് ഒരു ഏട്ടനും ഒരു അനിയത്തിയുമുണ്ട്. ഐ ഹാവ് എൻ എൽഡർ ബ്രദർ ആൻഡ് എ യങ്ങർ സിസ്റ്റർ. എൻ്റെ യങ്ങർ സിസ്റ്റർ. ഓക്കെ. എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ഐ ഹാവ് സം പ്രോബ്ലംസ്. എനിക്ക് അക്കാര്യത്തിൽ സംശയമുണ്ട്. ഐ ഹാവ് ഡൗട്ട് ഇൻ ദാറ്റ് കേസ്. മനസ്സിലാവുന്നുണ്ടല്ലോ? എനിക്കൊരു സുന്ദരി കുട്ടിയുമായി പ്രേമബന്ധമുണ്ട്. ഐ ഹാവ് എ ലവ് അഫെയർ വിത്ത് എ ചാമിങ് ഗേൾ. ഓക്കെ, വളരെ ഈസിയാണ്. ഞാൻ ഒന്നുകൂടി അത് നിങ്ങൾക്ക് വേണ്ടി ഓർമ്മപ്പെടുത്താം. ഐ ഹാവ് എ ലക്ഷറി കാർ. ഐ ഹാവ് എ ഫ്യൂ ഗുഡ് ഫ്രണ്ട്സ്. ഐ ഹാവ് എ മോഡൽ എക്സാം ടുമോറോ. ഐ ഹാവ് എ ലിറ്റിൽ ഹെഡേക്ക്. ഐ ഹാവ് എൻ എൽഡർ ബ്രദർ ആൻഡ് എ യങ്ങർ സിസ്റ്റർ. I have some problems. I have doubt in that case. I have a love affair with a charming girl. ഇപ്പോൾ മനസ്സിലായില്ലേ അത്? ഇനി ഇതേമാതിരി തന്നെയാണ്. ഇപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് വരുമ്പോൾ, പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോൾ എങ്ങനെയാണ് ഹാവ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലായല്ലോ. വി വരുമ്പോഴും ഇത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏതാണ് ഉപയോഗിക്കേണ്ടത്? ഹാവ്. ഹാവ്. ഓക്കെ, അത് മനസ്സിലങ്ങോട്ട് ഉറപ്പിച്ച് നിർത്തുക. അപ്പോൾ വി വെച്ചുകൊണ്ടുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഞങ്ങൾക്ക് നാളെ ഒരു വിനോദയാത്രയുണ്ട്. എന്താണ് വിനോദയാത്ര? ടൂർ അല്ലേ? വി ഹാവ് എ ടൂർ ടുമാറോ. ഞങ്ങൾക്കിന്ന് ഒരു വിരുന്നുകാരനുണ്ട്. വി ഹാവ് എ ഗസ്റ്റ് ടുഡേ. ഞങ്ങൾക്ക് ഒരുപാട് ജോലികളുണ്ട്. വി ഹാവ് എ ലോട്ട് ഓഫ് വർക്ക്സ്. നമുക്കിവിടെ ഒരു സൽപ്പേരുണ്ട്. വി ഹാവ് എ റെപ്യൂട്ടേഷൻ ഹിയർ. സൽപ്പേരിന് റെപ്യൂട്ടേഷൻ എന്നാണ് പറയുക. ഞങ്ങൾക്ക് അങ്ങേയറ്റത്തെ ആത്മവിശ്വാസമുണ്ട്. വി ഹാവ് എക്സ്ട്രീം കോൺഫിഡൻസ്. അങ്ങേയറ്റം എന്നുള്ളതിന് എന്താണ്? എക്സ്ട്രീം കോൺഫിഡൻസ്. മനസ്സിലായോ അത്?
അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും കൂടി അത് പറയാം. വി ഹാവ് എ ടൂർ ടുമോറോ, വി ഹാവ് എ ഗസ്റ്റ് ടുഡേ, വി ഹാവ് എ ലോട്ട് ഓഫ് വർക്ക്സ്, വി ഹാവ് എ റെപ്യൂട്ടേഷൻ ഹിയർ, വി ഹാവ് എക്സ്ട്രീം കോൺഫിഡൻസ്. ഓക്കെ, ഇനി നമുക്ക് യു ആണ്. യു വരുമ്പോഴും നമുക്ക് ഹാവ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ്? നിനക്ക് നല്ല അറിവുണ്ട്. യു ഹാവ് എ ഗുഡ് നോളജ്, അല്ലെങ്കിൽ യു ഹാവ് എക്സലൻറ്റ് നോളജ്. ഓക്കെ, നിനക്ക് അല്പം പിടിവാശിയുണ്ട്. യു ഹാവ് എ ലിറ്റിൽ ഒബ്സ്റ്റിനസി. എന്താണ് പിടിവാശിക്ക് പറയുക? ഒബ്സ്റ്റിനസി. പിടിവാശിക്കാരൻ എന്നുള്ളതിന് ഒബ്സ്റ്റിനേറ്റ്, സ്റ്റബോൺ എന്നും പറയും. ഓക്കെ, നിനക്ക് നല്ല ഓർമ്മശക്തിയുണ്ട്. യു ഹാവ് ഗുഡ് മെമ്മറി പവർ. നിനക്ക് മധുരമായൊരു ശബ്ദമുണ്ട്. യു ഹാവ് എ മെലോഡിയസ് വോയിസ്. നിങ്ങൾക്ക് എപ്പോഴും ഇവിടെ ഒരു ഇടമുണ്ട്. യു ഹാവ് ഓൾവേസ് എ പ്ലേസ് ഹിയർ. മനസ്സിലായല്ലോ? ഞാൻ ഒരിക്കലും കൂടി അത് ആവർത്തിക്കാം. യു ഹാവ് എൻ എക്സലൻറ്റ് നോളജ്. യു ഹാവ് എ ലിറ്റിൽ ഒബ്സ്റ്റിനസി. യു ഹാവ് ഗുഡ് മെമ്മറി പവർ. യു ഹാവ് എ മെലോഡിയസ് വോയിസ്. യു ഹാവ് എ പ്ലേസ് ഹിയർ ഓൾവേസ്. പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇടം, സ്ഥലം എന്നൊക്കെയുള്ള അർത്ഥമാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും അത്, അല്ലേ? അപ്പോൾ നമ്മൾ യു വെച്ചുകൊണ്ടും നമ്മൾ ഉദാഹരണങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുക. യു ആയാലും വി ആയാലും ഐ ആയാലും നമ്മൾ ഉപയോഗിച്ചത് എന്താണ് ഉപയോഗിച്ചത്? ഹാവ് ആണ് ഉപയോഗിച്ചത്. ഇനി വീണ്ടും ഹാവ് ഉപയോഗിക്കുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് വരുന്നത്. അതേതാണ്? അത് ദേ. ഓക്കെ, അവർക്കൊരുപാട് ഭാവി പദ്ധതികളുണ്ട്. എന്താണ് പദ്ധതി എന്നുള്ളതിന്? ഫ്യൂച്ചർ പ്ലാൻസ്. ഭാവി പദ്ധതി, ഫ്യൂച്ചർ പ്ലാൻസ്. അപ്പോൾ ദേ ഹാവ് സോ മെനി ഫ്യൂച്ചർ പ്ലാൻസ്. അവർക്ക് 4 കാറുകളും ഒരു ജീപ്പും ഉണ്ട്. ദേ ഹാവ് 4 cars ആൻഡ് എ ജീപ്പ്. അവർക്ക് നല്ല സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട്. എന്താണ് സാമൂഹ്യ പ്രതിബദ്ധത? സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്. ദേ ഹാവ് ഗുഡ് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്. അവർക്ക് കടുത്ത മാനസിക സമ്മർദ്ദമുണ്ട്. അവർക്ക് കടുത്ത മാനസിക സമ്മർദ്ദമുണ്ട്. ദേ ഹാവ് ഹാർഡ് മെൻ്റൽ പ്രഷർ. കടുത്ത എന്നുള്ളതിന് ഹാർഡ്. അവർക്ക് 1 മാസത്തെ അവധിയുണ്ട്. ദേ ഹാവ് 1 month വെക്കേഷൻ. ഓക്കെ, അപ്പോൾ ഹാവ് വെച്ചുകൊണ്ടുള്ള, പ്ലൂരൽ സബ്ജക്റ്റ് വെച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ പ്ലൂരൽ പ്രോനൗൺസ് വെച്ചുകൊണ്ടുള്ള ഉദാഹരണങ്ങളാണ് നമ്മൾ ഇത്ര സമയവും കേട്ടത്. മനസ്സിലായില്ലേ? നിങ്ങളെ ഇത്ര സമയവും ഞാൻ പരിചയപ്പെടുത്തിയത്. ഇനി നമുക്ക് സിംഗുലർ സബ്ജക്റ്റാണ്. ഏതാണ് സിംഗുലർ സബ്ജക്റ്റ്? ഹി. സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ ഏതാണ് ഉപയോഗിക്കേണ്ടത്? ഹാസ്. ഞാൻ ആദ്യമേ അത് പറഞ്ഞു കഴിഞ്ഞു, അല്ലേ? അപ്പോൾ അവനുണ്ട് എന്ന് പറയാൻ ഹി ഹാസ് ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ കൂടി നമുക്ക് നോക്കാം. എന്താണ്? അവന് ദൈവാനുഗ്രഹമുണ്ട്. ഹി ഹാസ് ദ ബ്ലെസ്സിങ് ഓഫ് ഗോഡ്. ഹി ഹാസ് ദ ബ്ലെസ്സിങ് ഓഫ് ഗോഡ്. ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം. അയാൾക്ക് സുന്ദരിയായൊരു ഭാര്യയും 2 ഓമന കുഞ്ഞുങ്ങളുമുണ്ട്. ഹി ഹാസ് എ ബ്യൂട്ടിഫുൾ വൈഫ് ആൻഡ് 2 ലവ്ലി കിഡ്സ്. കുഞ്ഞുങ്ങൾ എന്നുള്ളതിന് കിഡ്സ്. ഓക്കെ, ഇനി അയാൾക്ക് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്. ഹി ഹാസ് ഹൈ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഇനി അവന് സംഗീതത്തിൽ ജന്മവാസനയുണ്ട്. ഹി ഹാസ് ടാലൻറ്റ് ഇൻ മ്യൂസിക്. ഇനി അവന് നമ്മുടെ നേരെ കടുത്ത പകയുണ്ട്. ഹി ഹാസ് ഹാർഡ് റിവെഞ്ച് എഗൻസ്റ്റ് അസ്. നമുക്ക് നേരെ, എഗൻസ്റ്റ് അസ്. പക എന്നുള്ളതിന് റിവെഞ്ച്. ഓക്കെ, ഇനി ഞാനത് ഒരിക്കലും കൂടി വായിക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും കൂടി കേൾപ്പിക്കാം. എന്താണ്? ഹി ഹാസ് ദ ബ്ലെസ്സിങ്സ് ഓഫ് ഗോഡ്. ഹി ഹാസ് എ ബ്യൂട്ടിഫുൾ വൈഫ് ആൻഡ് 2 ലവ്ലി കിഡ്സ്. ഹി ഹാസ് ഹൈ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഹി ഹാസ് ടാലൻറ്റ് ഇൻ മ്യൂസിക്. ഹി ഹാസ് ഹാർഡ് റിവെഞ്ച് എഗൻസ്റ്റ് അസ്. മനസ്സിലായല്ലോ അത്? ഇനി ഷീ ആണ്. അതും എന്താണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? ഹാസ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്, അല്ലേ? കാരണം ഷീയും ഒരു സിംഗുലർ സബ്ജക്റ്റാണ്.
അവൾക്ക് ആകർഷകമായൊരു മുഖമുണ്ട്. ഷി ഹാസ് എ ചാമിങ് ഫേസ്. അവൾക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിൽ നല്ല പ്രാവീണ്യമുണ്ട്. ഷി ഹാസ് ഫൈൻ സ്കിൽ ഇൻ കുക്കിംഗ് ഫുഡ്. അവൾക്ക് ഒരുപാട് സ്വർണ്ണാഭരണങ്ങളുണ്ട്. ഷി ഹാസ് എ പ്ലെൻറ്റി ഓഫ് ഗോൾഡ് ഓർണമെൻറ്റ്സ്. അവൾക്ക് സന്തുഷ്ടമായൊരു കുടുംബജീവിതമുണ്ട്. ഷി ഹാസ് എ ഹാപ്പി ഫാമിലി ലൈഫ്. അവൾക്ക് നല്ല ശമ്പളമുള്ള ഒരു ജോലിയുണ്ട്. ഷി ഹാസ് എ ജോബ് വിത്ത് ഗുഡ് സാലറി. ഓക്കെ, ഒരിക്കൽ കൂടി കേട്ടോളൂ. ഷി ഹാസ് എ ചാമിങ് ഫേസ്. ഷി ഹാസ് ഫൈൻ സ്കിൽ ഇൻ കുക്കിംഗ് ഫുഡ്. ഷി ഹാസ് എ പ്ലെൻറ്റി ഓഫ് ഗോൾഡ് ഓർണമെൻറ്റ്സ്. ഷി ഹാസ് എ ഹാപ്പി ഫാമിലി ലൈഫ്. ഷി ഹാസ് എ ജോബ് വിത്ത് ഗുഡ് സാലറി. മനസ്സിലായല്ലോ അത്? ഇനി അടുത്തത് ഇറ്റ്. ഇറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അചേതന വസ്തു, ജീവനില്ലാത്ത വസ്തുവാണ്. അപ്പോൾ എന്താണ് പറയുക? അതിന് മൂർച്ചയുള്ള കൊക്കുകളുണ്ട്. ഇറ്റ് ഹാസ് വെരി ഷാർപ്പ് ബീക്സ്. കൊക്കിന് ബീക്സ് എന്നാ പറയുക, ബീക്ക്. ഇനി ഇതിന് 4 കാലുകളുണ്ട്. ഇറ്റ് ഹാസ് 4 legs. ഇതിന് ഒരു പാട് ഘനമുണ്ട്, ഭാരമുണ്ട്. എന്തായിരിക്കും? ഇറ്റ് ഹാസ് ടു മച്ച് വെയ്റ്റ്. അതിനൊരു സൂത്രമുണ്ട്. ഇറ്റ് ഹാസ് എ ട്രിക്ക്. അതിനൊരു നല്ല പരിഹാരമുണ്ട്. ഇറ്റ് ഹാസ് എ ഫൈൻ സൊല്യൂഷൻ. ഓക്കെ, ഒരിക്കൽ കൂടി കേട്ടോളൂ. ഇറ്റ് ഹാസ് വെരി ഷാർപ്പ് ബീക്സ്. ഇറ്റ് ഹാസ് 4 legs. ഇറ്റ് ഹാസ് ടു മച്ച് വെയ്റ്റ്. ഇറ്റ് ഹാസ് എ ട്രിക്ക്. ഇറ്റ് ഹാസ് എ ഫൈൻ സൊല്യൂഷൻ. മനസ്സിലായോ ഇതെല്ലാം? അതായത് സിംഗുലർ സബ്ജക്റ്റ് വെച്ചുകൊണ്ട് എങ്ങനെ പറയാം, പ്ലൂറൽ സബ്ജക്റ്റ് വെച്ചുകൊണ്ട് എങ്ങനെ പറയാം, എവിടെയാണ് ഹാവ് ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് ഹാസ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായല്ലോ ഈ കാര്യങ്ങളെല്ലാം? സാധാരണ നിലയിൽ ഈ ഇറ്റ് എന്ന പദം അതൊരു പ്രോനൗൺ ആണല്ലോ. വസ്തുക്കളെ പറ്റി പറയാൻ, മൃഗങ്ങളെ, പക്ഷികളെ, ഇവയെ പറ്റിയൊക്കെ പറയാനാണ് എന്തുപയോഗിക്കുന്നത്? ഇറ്റ് ഉപയോഗിക്കുന്നത്. പ്രോനൗണായിട്ട് ഉപയോഗിക്കുന്നത്. ജീവനില്ലാത്ത, അചേതനമായ അങ്ങനെയൊക്കെയുള്ള വസ്തുക്കളെ പറ്റി പറയാൻ, കൂടുതലും മൃഗങ്ങൾ, പക്ഷികൾ, ഇവയെ പറ്റിയൊക്കെ പറയുമ്പോൾ. എന്നാൽ നമ്മളിപ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് എനിമൽസ്, അതായത് വീട്ടുമൃഗങ്ങളെ പറ്റിയാണ് പറയുന്നതെങ്കിൽ അവയെ പറ്റി പറയുമ്പോൾ ഇറ്റ് എന്നല്ല ഉപയോഗിക്കേണ്ടത്. മനുഷ്യരെ പറ്റി പറയും പോലെ തന്നെ അവ ആണാണെങ്കിൽ ഹി എന്നും പെണ്ണാണെങ്കിൽ ഷീ എന്നും ഉപയോഗിക്കണം. അത് നമ്മൾ നമ്മുടെ വീട്ടുമൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സ്നേഹമാണ്, ബഹുമാനമാണ്. അപ്പോൾ പശുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റല്ല, പിന്നെന്താണ്? ഷീ എന്ന് വേണം ഉപയോഗിക്കാൻ. കാളയെ പറ്റിയാണെങ്കിൽ ഹി എന്ന് ഉപയോഗിക്കണം. ആൺപൂച്ചയെ പറ്റിയാണെങ്കിൽ ഹി എന്നും, പെൺപൂച്ചയെ പറ്റിയാണെങ്കിൽ ഷീ എന്നും ഉപയോഗിക്കണം. ഓക്കെ, അപ്പോൾ അതുമാതിരി ഡൊമസ്റ്റിക് ആനിമൽസ്, മനസ്സിലായില്ലേ? ആനിമൽസിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും എന്ത് ഉപയോഗിക്കണം? മനുഷ്യരെ പറ്റി പറയുമ്പോൾ ഉപയോഗിക്കുന്ന അതേ പ്രോനൗൺസ് തന്നെ ഉപയോഗിക്കണം. മനസ്സിലായല്ലോ അത്? ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, സാധാരണ ഇപ്പം നമുക്കുണ്ട് എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഐ ഹാവ്, അവനുണ്ട് എന്നുള്ളതിന് ഹി ഹാസ്, അവൾക്കുണ്ട് എന്നുള്ളതിന് ഷീ ഹാസ്. ഇങ്ങനെയാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ ആ രീതിയിൽ പറഞ്ഞാൽ ഒരർത്ഥം കിട്ടുമെങ്കിലും മറ്റൊരു രീതിയിലാണ് അവ പറയുക. ഇപ്പോൾ എനിക്ക് വിശപ്പുണ്ട് എന്ന് പറയാൻ നമ്മൾ ഹാവിൻ്റെ പ്രയോഗം പഠിച്ച അവസ്ഥ വെച്ച് ഐ ഹാവ് ഹങ്കർ എന്നാണ് നമ്മൾ പറയേണ്ടത്, അഥവാ പറയുക. പക്ഷേ അങ്ങനെയല്ല അത് സാധാരണ നിലയിൽ എനിക്ക് വിശപ്പുണ്ട് എന്ന് പറയുക. എങ്ങനെയാണ് പറയുക? ഐ ആം ഹംഗ്രി, ഞാൻ വിശപ്പുള്ളവനാണ് എന്ന രീതിയിലാണ് സാധാരണ നിലയിൽ ഇംഗ്ലീഷിൽ അത് പറയുന്നത്. അതുപോലെ തന്നെ എനിക്ക് ക്ഷീണമുണ്ട് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പഠിച്ച രീതിയിലാണെങ്കിൽ ഐ ഹാവ് ടയർഡ്നെസ് എന്നാണ് പറയേണ്ടത്. പക്ഷേ അങ്ങനെയല്ല ഇംഗ്ലീഷ് സാധാരണ പറയുക, ഐ ആം ടയേർഡ് എന്നാണ് പറയുക. അതുപോലെ അവന് കോപമുണ്ട് എന്ന് ഈ രീതിയിലാണ് പറയുന്നതെങ്കിൽ ഹി ഹാസ് ആങ്കർ എന്നാണ് പറയുക. പക്ഷേ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അതൊരു ശൈലിയാണ് കേട്ടോ. ഹി ഈസ് ആംഗ്രി എന്ന രീതിയിലാണ്
നമ്മൾ പറയേണ്ടത്. അതുപോലെ അവൾക്ക് സുഖമുണ്ട്, സന്തോഷമുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ പറയുക? ഈ രീതിയിലാണെങ്കിൽ ഐ ഹാവ് ഹാപ്പിനെസ് എന്നല്ലേ പറയേണ്ടത്. പക്ഷേ ഇംഗ്ലീഷിൽ ശൈലി അനുസരിച്ച് ഷീ ഈസ് ഹാപ്പി എന്നാണ് പറയേണ്ടത്. അതുപോലെ നിനക്ക് അസൂയയുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ പഠിച്ച രീതിക്കനുസരിച്ചാണ് യു ഹാവ് ജലസി എന്നാണ് പറയേണ്ടത്. പക്ഷെ അങ്ങനെയല്ല സാധാരണ പറയുക, യു ആർ ജലസ് എന്നേ പറയുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വ്യത്യാസം ശ്രദ്ധിക്കണം. ഇംഗ്ലീഷിലെ ഒരു ശൈലിയാണിത്. മറ്റേ രീതിയിൽ പറയുന്നത് നിയമപ്രകാരം ശരിയാണ്, വാക്യഘടന പ്രകാരം ശരിയാണ്. പക്ഷേ സംസാരത്തിൽ ചില ശൈലികൾ ഉപയോഗിക്കും. അതുപ്രകാരം ഈ രീതിയിലാണ് പറയുക. അതിനർത്ഥം ഹാവ് ഉപയോഗിച്ച് പറയുന്നത് തെറ്റാണ് എന്നല്ല, വാക്യഘടന പ്രകാരം അത് ശരിയാണ്. പക്ഷെ സംസാര ശൈലി ഈ രീതിയിലാണ്. ഓക്കെ, അത് മനസ്സിലായല്ലോ. അതിനുവേണ്ടിയാണ് ഞാൻ അത് പ്രത്യേകം എടുത്ത് ഉദ്ധരിച്ച് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. നിങ്ങൾ ഈ ഉദാഹരണങ്ങളിലൂടെ നന്നായി കടന്നു പോവുക. അപ്പോൾ ഒരു 10-20 തവണ നിങ്ങളിങ്ങനെ കടന്നു പോകുമ്പോഴേക്കും ഹാവും ഹാസും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് നന്നായി മനസ്സിലാവും. കുറച്ച് കഴിയുമ്പോൾ ആലോചിക്കാതെ തന്നെ നിങ്ങളിൽ നിന്ന് നൈസർഗികമായി തന്നെ അതിങ്ങോട്ട് പുറത്തേക്ക് വരും. ഓക്കെ, അപ്പോൾ ഞാൻ എന്നും പറയുന്ന രീതിയിൽ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻസിൻ്റെ രൂപത്തിൽ എന്നെ അത് അറിയിക്കുക. അതെനിക്ക് വളരെയധികം പ്രചോദനവും പ്രോത്സാഹനവും നൽകുന്ന കാര്യമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ഇവിടെ നിർത്താം.